മലപ്പുറം താനൂരിൽ നിന്നും കാണാതായ കുട്ടികളെ നാട്ടിലേക്ക് ട്രെയിനിൽ കൊണ്ടുവരും. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടെ തിരൂരിലെത്തും. ഗരീബ് രഥ് എക്സ്പ്രസിലാണ് മടക്കം. മുംബൈയിലെ ലോനാവാലയിൽ ട്രെയിനിൽ വെച്ച് ഇന്ന് പുലർച്ചെ 1:45-ഓടെയാണ് പെൺകുട്ടികളെ കണ്ടെത്തിയത്. ബുധനാഴ്ച ഉച്ച മുതലാണ് പെൺകുട്ടികളെ കാണാതായത്. താനൂർ ദേവതാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളായിരുന്നു. തുടർന്ന് രക്ഷിതാക്കൾ പരാതി നൽകിയതോടെ പോലീസ് വ്യാപക തെരച്ചിൽ നടത്തി. ഒടുവിൽ കുട്ടികൾ മുംബൈയിലെത്തിയെന്ന വിവരം ലഭിച്ചു. മുംബൈ CSTയിലെ സലൂണിൽ മുടിമുറിക്കുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു. പിന്നീട് ഇവർ ഇവിടെ നിന്നും ചെന്നൈ എഗ്മോറിലേക്ക് യാത്ര ചെയ്യവേ ലോനാവാലയിൽ വെച്ച് CRPF കണ്ടെത്തുകയായിരുന്നു. സാഹസിക യാത്രയായിരുന്നു പെൺകുട്ടികൾ നടത്തിയതെന്ന് മലപ്പുറം SP R വിശ്വനാഥ് പറഞ്ഞു. അപ്പം എൻ്റെ പോലീസ് ടീം എൻ്റെ SIM ടീമും അവരൊരു 1/2 hour 45 minutes അവരിൽ അടുത്തെത്തും. ഇന്നൊരു ഈവനിങ്ങിൽ തിരിച്ച് ഫ്ലൈറ്റ് അവൈലബിലിറ്റി പരിമിതമാണ്. അപ്പം മോസ്റ്റ്ലി അവർ ഇന്നത്തെ ട്രെയിന് നാളെ നേരം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തുന്ന രീതിയിലാണ് നമ്മുടെ ട്രാവൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുട്ടികളൊരു അഡ്വഞ്ചറസ് ആംഗിളിലാണ് പോയിരിക്കുന്നത്. പക്ഷേ കൂടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട്. അയാളെ നമ്മൾ ഇതിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ട് തിരിച്ചിവിടെ എത്താനായിട്ടുള്ള കാര്യം അതും ചെയ്യുന്നുണ്ട്. അപ്പം സ്വപ്രേരണയാൽ തന്നെ സ്വമേധയാ ഡിസിഷനോടുകൂടി തന്നെയാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് പാരൻസിൻ്റെ അടുത്തും ചോദിക്കുമ്പോൾ. താനൂരിൽ നിന്നുള്ള അന്വേഷണ സംഘം ഇന്ന് രാവിലെ 8 മണിയോടെയാണ് മുംബൈയിലെത്തിയത്. അവിടെ നിന്നും റോഡ് മാർഗം ഉച്ചയോടെ പൂനെയിലെത്തി. നടപടിക്രമങ്ങൾക്ക് ശേഷം ശബരിരഥ എക്സ്പ്രസിലാണ് കേരളത്തിലേക്കുള്ള മടക്കം. നാളെ ഉച്ചയോടെ നാട്ടിലെത്തും. ജനം, മലപ്പുറം.